ഒരു ക്ലാസിക് പോരാട്ടം തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഫൈം എന്താണ് പ്രതീക്ഷ? തീർച്ചയായിട്ടും നല്ല ഒരു ടൈറ്റ് പോരാട്ടം എന്ന് തന്നെ വേണം പറയാൻ. നമുക്ക് അങ്ങനെ ഒരു ടീമിനായിട്ട് പ്രത്യേക ഇത് കാണുന്നില്ല. രണ്ട് ടീമും ഒപ്പത്തിനൊപ്പം പോരാടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഇതുവരെ ലോകകപ്പിൽ ഇതുവരെയുള്ള ട്രാക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അർജന്റീനയുടെ പെർഫോമൻസിൽ കുറച്ച് വീക്ക് കാണുന്നുണ്ട്. കാരണം നോക്കൗട്ട് റൗണ്ടിലൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു വരികയായിരുന്നു. പക്ഷേ ഇംഗ്ലണ്ട് അങ്ങനെയല്ല, കുറേ കൂടി ആധികാരികമായിട്ട് തന്നെയാണ് ഇംഗ്ലണ്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഈ വലിയ ടൂർണമെന്റ്, ഈ വലിയ ടീമിനെതിരെ കളിക്കുമ്പോൾ അർജന്റീന ഈ കളി ടാക്ടിക്സ് എല്ലാം ഹരി നിർണായകമായ പോരാട്ടത്തിനിറങ്ങുമ്പോൾ ചില നിർണായകമായ മാറ്റങ്ങളും പരിശീലകർ വരുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എത്ര മാറ്റങ്ങളാണ് ടീമുകളിലുള്ളത്? ആരൊക്കെയാണ് ആദ്യ ലെവലിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്? ഈ ആവേശകരമായ പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ, നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് ലൈനപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അർജന്റീന ആകെ ഒരേ ഒരു മാറ്റമാണ് ലൈനപ്പിൽ വരുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് ഒരേ ഒരു മാറ്റം ആണ് വരുത്തിയിട്ടുള്ളത്. അത് റോഡ്രിഗോ ഡിപ്പോളിന് പകരം ജിയോവാനി സിമിയോണി ആദ്യ ലെവലിലേക്ക് വരുന്നു. അതായത് സിമിയോണി ഒരു വിങ്ങറാണ്, നമുക്കറിയാം. ആ വിങ്ങിലൂടെ അറ്റാക്ക് നടത്താനാണ്, അറ്റാക്കിംഗ് ചേഞ്ച് ആണ് ഈ ഒരു മത്സരത്തിലേക്ക് സ്കലോണി കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഗോൾ നേടാനായിരിക്കും സ്കലോണിയുടെ ശ്രമം. അതേസമയം 3 ചേഞ്ചുകളാണ് ഇംഗ്ലണ്ട് വരുത്തിയിരിക്കുന്നത്. അതായത് ജെഡ് സ്പെൻസും റീസ് ജെയിംസും അതേപോലെ മോർഗൻ റോജേഴ്സും ആദ്യ ഇലവനിലേക്ക് വരുന്നു. മഡ്വേക്കയ്ക്കും അതേപോലെ നിക്കോ ഒറേലിക്കും എസ്രി കോൺസയ്ക്കും സ്ഥാനം നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം ഇവിടെ എടുത്തു പറയണം. അപ്പോൾ ഈ രണ്ട് ടീമുകളും അറ്റാക്കിനാണ് മുൻതൂക്കം നൽകുന്നത്. മോർഗൻ റോജേഴ്സിന്റെ വരവ് അതിനുത്തരമാണ്. ജെഡ് സ്പെൻസിന്റെ വരവ്, ജെഡ് സ്പെൻസ് നമുക്കറിയാം ഒരു ഫുൾ ബാക്ക് ആണെങ്കിലും അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആണ്. അപ്പോൾ ഇംഗ്ലണ്ടും അറ്റാക്ക് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അർജന്റീനയുടെ ലൈനപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാഗ്ലിയർഫിക്കോ, ലിസാൻഡ്രോ മാർട്ടിനസ്, റൊമേറോ, മോളിന അടങ്ങിയ ഒരു ബാക്ക് ലൈൻ, ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്, പിന്നെ മിഡ്ഫീൽഡിൽ എൻസോ ഫെർണാണ്ടസ്, മെക്കാലിസ്റ്റർ, പാരഡസ്, പിന്നെ ജിയോവാനി സിമിയോണി, അറ്റാക്കിൽ അൽവാരസും ലിയണൽ മെസ്സിയും. ഈ ഒരു അറ്റാക്കിന്റെ മിഡ്ഫീൽഡിന്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒന്നുകിൽ 4-4-2 ആണ് ഇപ്പോഴത്തെ ഫോർമേഷൻ, പക്ഷേ 4-3-3 മാറാനും പറ്റുമെന്നുള്ള കാര്യം കൂടിയും ഇവിടെ പറയേണ്ടതാണ്. പിന്നെ ഇംഗ്ലണ്ട് ഫോർമേഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു 4-2-3-1 എന്നുള്ള ഫോർമേഷനിലാണ് ഇംഗ്ലണ്ട് അണിനിരന്നിരിക്കുന്നത്. അത് റീസ് ജെയിംസ്, ജോൺ സ്റ്റോൺസ്, മാർക്ക് ഗുവേയി, ജെഡ് സ്പെൻസ് അടങ്ങിയ ഒരു ബാക്ക് 4, പുറകിൽ ജോർദൻ പിക്ഫോർഡ് എന്ന ഗോൾ കീപ്പറും, പിന്നെ മിഡ്ഫീൽഡിൽ ഡബിൾ പിവറ്റായിട്ട് ഡെക്ലാൻ റൈസ്, എലിയറ്റ് ആൻഡേഴ്സൺ എന്നുള്ള 2 മിഡ്ഫീൽഡർമാരും, പിന്നെ മോർഗൻ റോജേഴ്സ്, ജൂഡ് ബെല്ലിംഗാം, ആന്റണി ഗോർഡൻ എന്നുള്ള ആ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സും, അതേപോലെ തന്നെ ഹാരി കെയ്ൻ നമ്പർ 9 ആയിട്ട് ഫ്രണ്ടിലുമുണ്ട്. ഈ ഒരു ലൈനപ്പിലും പ്രത്യേകതയുണ്ട്. അതായത് ജെഡ് സ്പെൻസ് ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആണ്. അപ്പോൾ 3 ഡിഫൻസിലേക്ക് വേണമെങ്കിൽ ഇംഗ്ലണ്ടിന് അറ്റാക്കിംഗ് സമയത്ത് 3 ഡിഫൻസിലേക്ക് ഒന്ന് പുറകിലിരുന്ന് ജെഡ് സ്പെൻസിനെ കൊണ്ട് ലെഫ്റ്റ് വിങ്ങിൽ കൂടെ അറ്റാക്ക് ചെയ്യാനും ഈ ഒരു ലൈനപ്പിലൂടെ പറ്റും. അപ്പോൾ അതേസമയം റീസ് ജെയിംസിനും ഇതേപോലെ അറ്റാക്കുകൾ നടത്താനും സാധിക്കും. അപ്പോൾ രണ്ട് ടീമുകളും അറ്റാക്കിനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആദ്യം ഗോൾ നേടുക എന്നുള്ളതായിരിക്കും രണ്ട് ടീമുകളുടെയും ഉദ്ദേശം. ആദ്യം ഗോൾ നേടി സിറ്റ് ബാക്ക് ചെയ്യാൻ രണ്ട് ടീമുകളും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ തന്നെ നമുക്ക് ആക്രമിച്ച് കളിക്കുന്ന രണ്ട് ടീമുകളെ പ്രതീക്ഷിക്കാമായി. ഹരി, ഇതിലെ പ്രതിരോധ നിരയിലെ മാറ്റങ്ങളാണല്ലോ പ്രധാനമായിട്ടും ഇംഗ്ലണ്ട് മാറ്റം വരുന്നത്. അപ്പോൾ ഈ മെസ്സിയെ പൂട്ടാൻ എന്തെങ്കിലും തന്ത്രങ്ങൾ ഇംഗ്ലണ്ടിന്റെ ഭാഗത്തുനിന്ന് ഈ ലൈനപ്പ് കണ്ടിട്ട് തോന്നുന്നുണ്ടോ? അതല്ല അങ്ങനെ ഒരു മാറ്റം തോന്നുന്നുണ്ടോ ഹരിക്ക്? ഫൈം, അതായത് നമ്മൾ ഈ ഒരു കഴിഞ്ഞ നോക്കൌട്ടിലെ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ ടീമുകളും കേപ്പ് വെർദെ, ഈജിപ്ത്, സ്വിറ്റ്സർലാൻഡ് ടീമുകൾ നടത്തിയിരിക്കുന്ന ഒരു സമാനമായ രീതി, ഫോളോ ചെയ്യുന്ന സമാനമായ രീതി എന്നുള്ളത് ലയണൽ മെസ്സിയെ പൂട്ടുക, അതായത് ലയണൽ മെസ്സിയിലേക്കുള്ള പാസുകളും ലയണൽ മെസ്സിയുടെ പാസുകളും തടയുക എന്നുള്ളതായിരിക്കും ഇന്നും. എനിക്ക് തോന്നുന്നു ആ ടീമുകൾ നടത്തിയ അതേപോലെ തന്നെയായിരിക്കും ഇന്നും ഇംഗ്ലണ്ടും തോമസ് തുഷേലും നടത്തിയിരിക്കുന്നത്. ഈ മത്സരത്തിന് മുന്നേ പ്രസ് കോൺഫറൻസിൽ തോമസ് തുഷേൽ പറഞ്ഞിട്ടുണ്ട്, മെസ്സിയെ പൂട്ടാനുള്ള വഴികൾ ഞാൻ നോക്കിയിട്ടുണ്ട്, ഞങ്ങൾ നോക്കിയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് തന്നെയായിരിക്കും ഈ ഒരു ടീമിനും. അതായത് എനിക്ക് തോന്നുന്നത് ഡെക്ലാൻ റൈസും അതേപോലെ എലിയറ്റ് ആൻഡേഴ്സണുമായിരിക്കും ആ ഒരു ചുമതല വരാൻ സാധ്യത. അതായത് മെസ്സിയിലേക്കുള്ള പാസുകൾ തടയുക, മെസ്സിയിൽ നിന്നുള്ള പാസുകൾ തടയുക എന്നുള്ള ആ ചുമതല ഡെക്ലാൻ റൈസിനും എലിയറ്റ് ആൻഡേഴ്സണിലേക്കുമാണ് ആ ഒരു ചുമതല വരിക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം റീസ് ജെയിംസും ഏത് വിങ്ങിലാണോ മെസ്സി ഉള്ളത് ആ വിങ്ങിലെ ഫുൾ ബാക്കിനും ആ ഒരു ജോലി വരാൻ സാധ്യതയുണ്ട്. ഫഹീം, ഡെക്ലാൻ റൈസിന്റെ നേതൃത്വത്തിലായിരിക്കും മെസ്സിയെ പൂട്ടാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്നാണ് തോന്നുന്നത്. എന്നാൽ അപ്പുറത്തേക്ക് ഹാരി കെയ്നെയും ബെല്ലിംഗ്ഹാമിനെയും കൂട്ടാൻ എന്ത് തന്ത്രമായിരിക്കും അർജന്റീന കാത്തു സൂക്ഷിക്കുന്നത്? എന്തായിരിക്കും അവരുടെ നീക്കങ്ങൾ? ഹരി, അതിനോടൊപ്പം ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ. റോഡ്രിഗോ ഡിപ്പോൾ അവരുടെ ഏറ്റവും നിർണായക സാന്നിധ്യമാണ്. അദ്ദേഹത്തെ പുറത്തിരുത്തിയാണ് സിമിയോണിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ
എന്തോ കാര്യമായ പ്ലാൻ സ്കലോണി നടത്തിയിട്ടുണ്ടല്ലേ? ഹരി, അതായത് ഈ ഒരു മത്സരത്തിന് മുന്നേ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് അവരുടെ ട്രെയിനിങ്ങിൽ ജിയോവനി സിമിയോണിയെ ആദ്യ ലെവലിൽ, അതായത് ആ വിങ്ങർ പൊസിഷനിൽ കളിപ്പിച്ച് ശ്രമിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ സത്യമായി വരികയാണ് ഇപ്പോൾ അദ്ദേഹത്തെ ആദ്യ ലെവലിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഡിപ്പോളിന്റെ പ്രകടനം തന്നെ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി അതൊരു ഡിക്ലൈൻ ചെയ്തു പോകുന്നത് കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ആ ഹാരി കെയ്ൻ അല്ലെങ്കിൽ ബെല്ലിംഗ്ഹാം വരുന്ന ആ മിഡ്ഫീൽഡിനെ പിടിക്കാനായി അവിടെ ലിയാൻഡ്രോ പാരഡസ് എന്നുള്ള താരം ഉള്ളത് കൊണ്ട് തന്നെ ജിയോവനി സിമിയോണിയെ അറ്റാക്കിലേക്ക് അയക്കാനാണ് സ്കലോണി ശ്രമിക്കുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം ഈ ഇംഗ്ലണ്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു +1 ഒരു എക്സ്ട്രാ പ്ലേ മേക്കറെ കൂടി ഈ ഒരു മത്സരത്തിലേക്ക് ഇംഗ്ലണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് കൂടി ഇവിടെ എടുത്തു പറയേണ്ടത്. അതായത് ജൂഡ് ബെല്ലിംഗ്ഹാമിനെയും ഹാരി കെയ്ൻ നമുക്കറിയാം സ്ട്രൈക്കർ ആണെങ്കിലും അദ്ദേഹം ഇറങ്ങി വന്ന് പന്തെടുത്ത് പ്ലേ മേക്ക് ചെയ്യുന്ന ഒരു സ്ട്രൈക്കറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും ബെല്ലിംഗ്ഹാമിനെയും പൂട്ടിക്കഴിഞ്ഞാലും അവിടെ മോർഗൻ റോജേഴ്സ് എന്നൊരു അറ്റാക്കർ, അതായത് ഒരു പ്ലേ മേക്കർ അവിടെ ഉള്ളത് ഇംഗ്ലണ്ടിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ തോമസ് തുഷേൽ ആ ഒരു തന്ത്രം കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് അറ്റാക്കിൽ ഒരു പ്ലേ മേക്കറെ കൂടി ആഡ് ചെയ്ത് അർജന്റീൻ ഡിഫൻസിനെ ഒന്ന് കൺഫ്യൂസ് ആക്കാനും തുഷേൽ ശ്രമിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നത്.